സുഗമോദേവി സീരിയലിന്റെ ഇന്നത്തെ എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ആദ്യത്തെ ദിവസം തന്നെ പ്രചരണത്തിനിടയിൽ പ്രഭാവതിയുടെ തനി സ്വരൂപം പുറത്തു വന്നിരിക്കുകയാണ്. പാവപ്പെട്ട ഒരു സ്ത്രീ അവരെ പിടിക്കാനായിട്ട് വരുന്ന സമയത്ത് തള്ളി മാറ്റുകയും പിന്നീട് ചന്ദ്രമതി പ്രഭാവതിയുടെ യഥാർത്ഥ സ്വഭാവമാണെന്ന് മീഡിയാസിന് മുന്നിൽ വെച്ച് വാദിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അത് വലിയൊരു ന്യൂസായി തന്നെ മാറുകയാണ്. അതായത് ഇനി വരാൻ പോകുന്ന സാധാരണക്കാരിൽ ഒരാളായിട്ട് പ്രവർത്തിക്കാൻ പോകുന്ന MLA തന്നെയാണ് ഇങ്ങനെയൊരു കാര്യം ചെയ്തിരിക്കുന്നത് എന്നുള്ളൊരു ന്യൂസ് എത്തുന്നുണ്ട്. എന്തായാലും പ്രഭാവതിക്ക് അത് ആദ്യത്തെ ദിവസത്തെ വലിയൊരു തിരിച്ചടിയായിട്ട് മാറുകയാണ്. എന്തായാലും പ്രഭാവതിയുടെ നേതാവ് വിളിച്ച് അവരെ വേണ്ടുവോളം ചീത്തയൊക്കെ പറയുന്നുണ്ട്. ഇങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്. പ്രഭാവതി ഒരുപക്ഷെ കൊട്ടാരത്തിലായിരിക്കാം. കാല് പിടിച്ചത് കൊണ്ട് മാത്രമാണ് സീറ്റ് തന്നത്. അതിനിങ്ങനെ ദുരുപയോഗം ചെയ്യരുത്, ദേവികയെ കണ്ടുപഠിക്കണമെന്നും ജനങ്ങളിലേക്ക് ഇറങ്ങി ചെല്ലണമെന്നൊക്കെ പറഞ്ഞ് ഒരു വാണിംഗ് കൊടുക്കുകയാണ്. എന്തായാലും ഈ സമയം ദേവികയാണെങ്കിൽ തന്റെ ദൗത്യം വളരെ കൃത്യമായും നീറ്റായും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ശാരികയും അവളുടെ സുഹൃത്തുക്കളായിട്ടുള്ള കോളേജ് പിള്ളേരെല്ലാവരും തന്നെ ദേവികയ്ക്കൊപ്പം ഉണ്ട്. അത് തന്നെയാണല്ലോ വേണ്ടത്. പ്രൊഫസർ എന്ന നിലയ്ക്ക് പ്രഭാവതി പരാജയപ്പെട്ടു പോകുന്നതും അവിടെ തന്നെയാണ്. ദേവികയുടെ പുറകിലുള്ള ആളുകളൊന്നും തന്നെ തന്റെ പുറകിലില്ല എന്നും ശാരികയാണെങ്കിൽ ദേവികയ്ക്ക് വേണ്ടിയിട്ട് സംസാരിക്കുന്നൊക്കെ തന്നെയുണ്ട് കേട്ടോ. അങ്ങനെ ശാരിക പറയുകയാണ്, ഇന്നത്തെ ഈ ഒരു സിറ്റുവേഷനിൽ സ്ത്രീകൾ തന്നെയാണ് സ്ത്രീകൾക്ക് ശത്രു. ഒരുപാട് പേരാണ് സ്ത്രീകളുടെ അടിമയായിട്ട് കഴിയുന്നത്. അതിലിപ്പോ അമ്മായിയമ്മയാകാം, മരുമകളാകാം, അങ്ങനെ ഒരുപാട് കാര്യങ്ങളിൽ സ്ത്രീകൾ ഇപ്പോഴും അടിമയാണ്. അവർക്ക് സ്വാതന്ത്ര്യം ലഭിക്കണം. അതിനു വേണ്ടിയിട്ടായിരിക്കും എൻ്റെ ചേച്ചി ദേവിക, നിങ്ങളുടെ സ്ഥാനാർത്ഥി ദേവിക ജയിച്ച് മുന്നോട്ട് പോരാടാനായിട്ട് പോവുക എന്നൊക്കെ പറയുമ്പോൾ ഇതൊക്കെ കേട്ട് മീഡിയാസും ചുറ്റിലുള്ളവരൊക്കെ തന്നെ കൈയടിക്കുന്നുണ്ട്. എന്തായാലും ഗംഭീര പ്രകടനം തന്നെയാണ് ശാരികയും ദേവികയും ചേർന്ന് പ്രചരണത്തിൽ കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ TV-യിൽ ഇതൊക്കെ തന്നെ ലൈവായിട്ട് വരുമ്പോൾ പ്രഭാവതിയും രജനിയും കാണുന്നുണ്ട്. രജനി പറയുകയാണ്, അമ്മ ചെയ്തത് വലിയ മണ്ടത്തരമായി പോയി, ആന മണ്ടത്തരം. ഇത് കണ്ടില്ലേ, ആ ദേവികയും ശാരികയും പൊളിച്ചെടുക്കുകയാണ്. ചേച്ചിക്ക് വേണ്ടി അവൾ എങ്ങനെയൊക്കെ സംസാരിക്കുന്നത്. അതിന് എന്നോടൊപ്പം നിൽക്കാൻ ആരാ ഉള്ളത്? ആരുമില്ല. പക്ഷെ ഒരു കാര്യം ഉറപ്പിച്ചോ, ആ പെണ്ണുണ്ടല്ലോ, ആ ശാരിക ദേവികയെ പോലെയല്ല. അവൾ അഹങ്കാരിയാണ്, അവള് തൻ്റെടിയാണ്. അവൾ പറഞ്ഞ ഓരോ വാക്കും അതിൽ കൃത്യമായിട്ടുള്ള അർത്ഥങ്ങളുണ്ട്. ജനങ്ങൾ കണ്ണടച്ചു വീഴുന്ന കാര്യങ്ങളാണ് അവൾ പറഞ്ഞിരിക്കുന്നത്. അവളെ അങ്ങനെ വെറുതെ വിട്ടാൽ പോരാ. അവൾ ഒരിക്കലും ദേവികയ്ക്കൊപ്പം പാടില്ല. അവൾ പറയുന്ന കാര്യങ്ങളൊന്നും തന്നെ ജനങ്ങളിലേക്ക് എത്താനായിട്ട് പാടില്ല. പ്രചരണം കഴിയുന്നത് വരെ അവളെ മാറ്റി നിർത്തണമെന്നൊക്കെ പ്രഭാവതിയാണെങ്കിൽ തീരുമാനിക്കുകയാണ്. എന്തായാലും അതിന്റെ ഭാഗമായിട്ട് ശാരിക പ്രചരണവും കഴിഞ്ഞ് തന്റെ സുഹൃത്തിനൊപ്പം വീട്ടിലേക്ക് പോകുന്ന സമയത്ത് ഒരു കൂട്ടം ഗുണ്ടകൾ വാനിൽ വന്ന് അവളെ പിടിച്ചു കയറ്റി കൊണ്ടുപോകുന്നുണ്ട്. കൂടെയുള്ള ആ സുഹൃത്താണ് വീടെന്ന് പറഞ്ഞ് നിലവിളിച്ച് കരയുന്നുണ്ടെങ്കിലും ആ പെൺകുട്ടിയെ തള്ളിയിട്ടിട്ടാണ് ശാരികയെ മാത്രമായിട്ട് പ്രഭാവതി ഏർപ്പാടാക്കിയ ഗുണ്ടകൾ കൊണ്ടുപോകുന്നത്. അങ്ങനെ ആ ഒരു സുഹൃത്ത് വേഗം തന്നെ ശാരികയുടെ അമ്മയുടെ അടുത്ത് വന്നിട്ട് കാര്യങ്ങളൊക്കെ പറയുകയാണ്. രാധികയാണെങ്കിൽ ഇത് കേട്ട് ആകെ ഷോക്കാവുന്നു. ഇതിന് പുറകിൽ ഒരുപക്ഷെ ആ പ്രഭാവതി തന്നെയായിരിക്കണം. ഇന്ന് പ്രഭാവതിക്കെതിരെയായിരുന്നു മീഡിയാസിന് മുന്നിൽ വെച്ച് ശാരിക സംസാരിച്ചത്. പേടിയാവുന്നു എന്നൊക്കെ പറഞ്ഞ് ആ പെൺകുട്ടിയാണെങ്കിൽ കരയുമ്പോൾ ഒട്ടും തന്നെ താമസിക്കാതെ രാധിക വേഗം തന്നെ പ്രഭാവതിയെ വിളിക്കുന്നുണ്ട്. നിങ്ങൾ എന്ത് പണിയാണ് ഈ ചെയ്തത്? എൻ്റെ മകളെ തട്ടിക്കൊണ്ടുപോയത് നിങ്ങൾ ഏർപ്പാടാക്കിയ ഗുണ്ടകൾ തന്നെയാണ്. എത്രയും പെട്ടെന്ന് അവളെ വിട്ടയക്കണമെന്നൊക്കെ പറയുമ്പോൾ അവളെ ഇന്ന് എന്നെ എതിർത്ത് സംസാരിച്ചത് എല്ലാം കണ്ടതല്ലേ. നിന്റെ 2 മക്കളും രണ്ടും തികഞ്ഞ അഹങ്കാരികളാണ്. ഒന്നും അനുസരണശീലയല്ല, അഹങ്കാരത്തോടു കൂടി മാത്രമേ സംസാരിക്കത്തുള്ളൂ. അതുകൊണ്ട് കുറച്ചു കാലം അവള് ഒന്ന് പഠിക്കണം, എൻ്റെ ആളുകളുടെ കീഴിൽ ഇരിക്കട്ടെ എന്നൊക്കെ പറയുകയാണ്. മര്യാദയ്ക്ക് എൻ്റെ മോളെ വിട്ടയക്കുന്നതായിരിക്കും നല്ലത്, അല്ലെങ്കിൽ നിങ്ങൾ അനുഭവിക്കുമെന്നൊക്കെ രാധിക ഭീഷണിപ്പെടുത്തുമ്പോൾ എന്നാൽ നീ കൊണ്ട് കേസ് കൊടുക്കുമെന്ന് പറഞ്ഞ് പ്രഭാവതിയാണെങ്കിൽ ആ ഒരു ഭീഷണി നിസ്സാരമായി തള്ളിക്കളയുകയാണ്. എന്തായാലും പ്രഭാവതി രണ്ടും കൽപ്പിച്ചുകൊണ്ട് തന്നെയാണ് എങ്ങനെയാണ് രാഷ്ട്രീയത്തിൽ നിൽക്കേണ്ടതെന്നും എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നും തന്നെ പ്രഭാവതിക്ക് അറിയുന്നില്ല. മുന്നും പിന്നും നോക്കാതെയാണ് അവർ ഓരോന്ന് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നീട് രാധിക പെട്ടെന്ന് തന്നെ ഇക്കാര്യം ദേവികയെയും നന്ദനെയൊക്കെ തന്നെ വിളിച്ചറിയിക്കുന്നുണ്ട്. അങ്ങനെ സിദ്ധാർത്ഥനും ഇക്കാര്യങ്ങൾ അറിയുന്നു. പ്രഭാവതിയെ കാണാനായിട്ട് സിദ്ധാർത്ഥൻ വരുന്നുണ്ട്. ഇതുപോലെയുള്ള വില കുറഞ്ഞ പണികളല്ല ജയിക്കാൻ വേണ്ടിയിട്ട് നീ ചെയ്യേണ്ടത്. തന്ത്രങ്ങൾ ഉപയോഗിക്കാം, പക്ഷേ നീ ഉപയോഗിക്കുന്ന ഓരോ തന്ത്രവും അത് നിന്റെ നാശത്തിന് വേണ്ടി മാത്രമായിരിക്കും. തോൽവി വിജയമൊക്കെ തന്നെ സാധാരണമാണ്, പക്ഷേ ഇതുപോലെയുള്ള കാര്യങ്ങളൊന്നും ചെയ്തു കൂട്ടരുത് പ്രഭേ. ആ പെൺകുട്ടിയെ വെറുതെ വിടുന്നതായിരിക്കും നല്ലതെന്ന് പറയുമ്പോൾ എനിക്ക് മനസ്സില്ല. ആരൊക്കെ എന്നെ എതിർത്ത് സംസാരിക്കുന്നോ അവർക്കൊക്കെ ഇത് തന്നെയായിരിക്കും ഗതിയെന്ന് പറയുന്നു. എങ്കിൽ പിന്നെ ഞാൻ നിയമപരമായിട്ട് മുന്നോട്ട് പൊക്കോളാം. ഇതുവരെ ഞാൻ ക്ഷമിച്ചു, ഇത് എനിക്ക് ക്ഷമിക്കാനായിട്ട് കഴിയില്ല എന്ന് സിദ്ധാർത്ഥനാണെങ്കിൽ തറപ്പിച്ച് പറയുന്നു. എന്തായാലും പ്രഭാവതിയുടെ നാശം അവർ തന്നെയാണ് വിളിച്ചു വരുത്തുന്നത്. ദേവിയയ്ക്ക് തന്നെയായിരിക്കും 100% വിജയം എന്ന് പ്രഭാവതി സംശയിച്ചു പോകുന്ന നാളുകളാണ് വന്നെത്തിക്കൊണ്ടിരിക്കുന്നത്. കാത്തിരിക്കാൻ നമുക്ക് കിടിലൻ എപ്പിസോഡിനായിട്ട്. ബൈ ബൈ.